എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ ചട്നി തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് ചെറിയ ഉള്ളി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതിപ്പോൾ ഒരു വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഇഡലി തട്ടിലൊക്കെ വെച്ച് വേവിച്ചെടുക്കുന്നത്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഉള്ളി ഒന്ന് വേവിച്ചെടുത്താൽ മതി. അത് നന്നായി ആവി കയറുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉണക്ക കൊഞ്ച് വൃത്തിയാക്കിയെടുക്കാം. അരക്കപ്പോളം ഉണക്ക കൊഞ്ചുണ്ട്. അതെടുത്ത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തലയൊക്കെ ഒന്ന് പിച്ചി മാറ്റിയെടുക്കാം. ഇതുപോലെ നന്നായി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഉണക്ക ചെമ്മീൻ കഴുകിയെടുത്തതിൻ്റെ ഒരു ഈർപ്പം അതിനകത്ത് കാണാം. ഈർപ്പം മാറുന്ന സമയത്ത് നമുക്കതിലേക്ക് 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് ഒന്ന് ഇളക്കി ചെറുതായി ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 10 കാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കാം. കാഷ്നട്ടും കൂടി ഇട്ട് ഇതെല്ലാം കൂടി ഏകദേശം ഒരു മിനിറ്റോളം നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇനി അതിലേക്ക് ഒരു 3-4 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ വേകാൻ വേണ്ടി വെച്ചിരുന്ന ഉള്ളിയെല്ലാം നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുക്കാം. അതേ ജാറിൽ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിരുന്ന ഉള്ളി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു മിനിറ്റോളം ഉള്ളി എണ്ണയിൽ കിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സാക്കിയതിന് ശേഷം ഏകദേശം ഒരു 3 മിനിറ്റോളം ചെറു തീയിലിട്ട് നന്നായി അതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ചോറിൻ്റെ കൂടെയോ പുഴുക്കിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വളരെ ടേസ്റ്റിയായ ഒരു ചട്നിയാണ്. ഇത് കൂട്ടി എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.